അങ്ങനെ ഞങ്ങളുടെ വീട് കല്യാണ വീടായിട്ട് ഒരുങ്ങി കേട്ടോ. അതിൻ്റെ ഹൽദിയുടെ രണ്ടാമത്തെ ഭാഗമാണ് ഈ ഒരു വീഡിയോ. എല്ലാവർക്കും മൈലാഞ്ചി ഇട്ട് കൊടുത്തോട്ടെ. അത് എൻ്റെ ഫ്രണ്ട് സൗമ്യയും കൂടിയാണ് കേട്ടോ ഈ മൈലാഞ്ചി ഇട്ട് തരുന്നത്. ഇപ്പോൾ കല്യാണ തലേദിവസമൊക്കെ പ്രോഗ്രാമുകൾ കൊണ്ട് നിറയൂലേ, ഡാൻസും പാട്ടും. അതുപോലെ തന്നെ ഞങ്ങളും കുറച്ച് പ്രോഗ്രാമുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അക്ഷര, ചക്കര, അഞ്ജു, അയനു, അഭിയൊക്കെ കൂടെ ആയിട്ട് ഒരു നല്ലൊരു പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കണ്ണിനൊക്കെ ഒരു കുളിർമ നൽകുക എന്നൊക്കെ പറഞ്ഞ പോലെ ഒരുപാട് നേരം ഉണ്ടായിരുന്നു അവരുടെ ഒരു പ്രോഗ്രാം. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് കുറച്ച് നേരം ഇരുന്നിട്ട് എല്ലാവരും കണ്ടു. കാണികൾക്കും അതൊരു ആനന്ദമേകി എന്നൊക്കെ പറയാം. പിന്നെ പിള്ളേരുടെ ഡാൻസ്, അങ്ങനെ ഒരുപാട്. അപ്പോൾ നമ്മൾ ഉണ്ണിക്കുട്ടനും ആദ്യമാണ് കളിക്കുന്നത്. ഇത് നമ്മുടെ ആദ്യക്കുട്ടൻ്റെ സ്കൂളിൽ കളിച്ച ഒരു ഡാൻസ് ആയിരുന്നു. അതും പിള്ളേർ കുറച്ച് നേരം കളിച്ചു. ഇതാ നമ്മുടെ വീട്ടിൽ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഇരിക്കാനുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഉമ്മർത്തൊക്കെ ആയിട്ട് വരാന്തയിലും അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവരും ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും കൂടെ ഉണ്ട്. നമ്മുടെ പീലിക്കുട്ടിയുടെ ഒരു പാട്ടും ഉണ്ടായിരുന്നേ. ഒരുപാട് പേർക്ക് ചാൻസ് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ വെല്ലിച്ചനും ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും പാട്ട് പാടിയിട്ടും ഡാൻസ് കളിച്ചിട്ടൊക്കെ. അങ്ങനെ ഇതാ ഏട്ടൻ്റെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാമെന്ന് കരുതിയിട്ടുള്ള ഒരു ഫോട്ടോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഫോട്ടോഗ്രാഫറാണ് എനിക്ക് ഫോട്ടോ എടുത്ത് തരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ട്രൈപോഡ് വെച്ചിട്ട് ഞാൻ എൻ്റെ വീഡിയോയ്ക്കുള്ള ഇതുകൂടി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കല്യാണം എന്ന് പറഞ്ഞിട്ട് കല്യാണമായി കേട്ടോ. പെട്ടെന്നായി കല്യാണം, ഹൽദി എല്ലാം പെട്ടെന്ന് പോലെ. അത് നമ്മുടെ ഉണ്ണിക്കുട്ടനും സ്റ്റേജിൽ കയറി. അങ്ങനെ ഒരുപാട് പേര് പ്രോഗ്രാം ഉണ്ടായിരുന്നു. നമ്മുടെ ഉണ്ണിക്കുട്ടനും സ്റ്റേജിൽ കയറിയിട്ട് ഒരു പാട്ട് പാടി. പിന്നെ എൻ്റെ അനിയൻ കണ്ണൻ വന്നിട്ടുണ്ടായിരുന്നു. അവനാണ് എല്ലാവരും ഞെട്ടിച്ച് കളഞ്ഞത് കേട്ടോ. അവൻ പാട്ട് എൻ്റെ ഇവിടെ ഒച്ചപ്പാലത്ത് വന്നിട്ട് പാടിയിട്ടില്ല, ആദ്യമായിട്ടാണ്. അപ്പോൾ അവനും നന്നായി പാടുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അത്ഭുതമാണ്, എൻ്റെ അനിയൻ ഇത്രയും നന്നായി പാടുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അങ്ങനെ അവൻ പാട്ടൊക്കെ പാടി അതെല്ലാവരും ഞെട്ടിച്ച് കളഞ്ഞു എന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ നമ്മുടെ ശരണും കൂടെ കയറി. അവനും കുറച്ച് അതിനൊപ്പം തന്നെ പാട്ടൊക്കെ പാടി. ഒരു വല്ലാത്തൊരു നിമിഷം തന്നെയായിരുന്നു അത്. കണ്ണൻ പാടുന്ന പാട്ട് മൊബൈലിലൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നേരിട്ടിട്ട് സത്യം പറഞ്ഞാൽ ഞാനും ആദ്യമായിട്ട് നേട്ടൊക്കെ കേൾക്കുന്നത്. എല്ലാവരും അതിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതാ നമ്മുടെ രാഗി ചേച്ചിയും പുണ്ണി ചേച്ചി, ആരി ചേച്ചി, എല്ലാ ചേച്ചിമാരും കേട്ടോ, എല്ലാവരും ഉണ്ട്. അങ്ങനെ എന്തൊരു സന്തോഷമാണെന്ന് പറഞ്ഞാലും മതിയാവില്ല. അങ്ങനെ നമ്മളെല്ലാവരും ആ പാട്ടിനൊപ്പം പാടി അവനെ സപ്പോർട്ട് ചെയ്യായിരുന്നേ. പിന്നെ നമ്മുടെ ബേബി ചേച്ചി കേട്ടോ, നേരത്തെ തിരുവാതിരയുടെ കാര്യം പറഞ്ഞില്ലേ, അത് ഈ ചേച്ചിയാണ് പ്ലാൻ ചെയ്തത്. കാരണം ബേബി ചേച്ചി നന്നായിട്ട് പാട്ട് പാടും. ചേച്ചിയുടെ പാട്ടുണ്ടായിരുന്നു. സാബുവേട്ടന് ഏറ്റവും നല്ലത് കവിതകളാണ് കേട്ടോ. അങ്ങനെ ഒരു കവിതയും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കസിൻസൊക്കെ കൂടി നിന്നിട്ടൊരു ഫോട്ടോ എടുക്കാനല്ലേ, മഞ്ഞപ്പടകൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങളൊരു കസിൻസിൻ്റെ ഒക്കെ ആയിട്ടൊരു ചെറിയ ഫോട്ടോഷൂട്ടാണ് സൈഡിൽ കൂടെ നടക്കുന്നത്. അപ്പുറത്തെ സൈഡിൽ പാട്ടും പ്രോഗ്രാമും നടക്കുന്നുണ്ട്, ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ കേട്ടോ. ഒന്നും പറയണ്ട, എല്ലാം ഭയങ്കര ഒരു ഹാപ്പിനെസ്സും വൈബും ഒക്കെ ആയിരുന്നു. നമുക്ക് ഈ ഒരു നിമിഷങ്ങളും ഈ ഒരു മൊമെൻറ്റും നമ്മൾ ഇപ്പോൾ എൻജോയ് ചെയ്ത് ഇപ്പം തന്നെ എൻജോയ് ചെയ്യണം. പിന്നേക്ക് ഒരിക്കലും കരുതരുത്. ദക്ഷിണയും പ്രോഗ്രാമും കഴിഞ്ഞതിന് ശേഷം പിന്നെ ഹൽദി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ചെക്കനെ കൊണ്ട് സ്റ്റേജിലിരുത്തലും ഞങ്ങൾ അവനെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ഒരു പാട്ട് വെച്ച് സെറ്റ് ചെയ്യുക എന്ന് പറയില്ല, ആ ഒരു സംഭവമാണ് കേട്ടോ. കയ്യിൽ നിന്ന് കിട്ടിയ സ്റ്റെപ്പൊക്കെ എടുത്തിട്ടാണ് ഈ ഒരു കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും അതൊരു അതിമനോഹരമായ ഒരു സമയമായിരുന്നു കേട്ടോ. ഞങ്ങളിത് ഇപ്പോഴും നോക്കിയിരിക്കും ഈ ഒരു വീഡിയോ എടുത്തിട്ട്. കാരണം അത്രയും കളർഫുള്ളായി എല്ലാവരെ കൊണ്ടും പറ്റുന്ന അതേ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് ഞങ്ങളങ്ങോട്ട് എൻജോയ് ചെയ്തു. ആൺകുട്ടികൾക്ക് എന്താ മഞ്ഞക്കല്യാണം എന്ന് ചോദിക്കേണ്ട കേട്ടോ. ഞങ്ങൾക്ക് അതൊരു സന്തോഷത്തിൻ്റെ പേരിലാണ് ഞങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഒരു ഹൽദിയാണ് ഞങ്ങൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് സ്റ്റെപ്പൊക്കെ കയ്യിലിട്ട് ഞങ്ങൾ അവനെ സ്റ്റേജിലേക്ക് കയറ്റുകയാണ്. പിന്നെ കുറച്ച് മഞ്ഞൾ തേക്കലും പിന്നെ കുറച്ച് സ്വീറ്റ്സ് കൊടുക്കുക, ഫോട്ടോ എടുക്കുക. ഇതാണ് ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം. ചെറിയ പ്രോഗ്രാം ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ഹൽദി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. എന്നാലും നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു പ്രോഗ്രാം എങ്ങനെ നടന്നതെന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുമ്പോൾ പറഞ്ഞു തന്നാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഒരേ വൈബിൽ ഒരേ എൻജോയ്മെൻറ്റിൽ പിന്നെ സ്റ്റേജിലും കുറച്ച് തുള്ളിച്ചാടി എന്ന് തന്നെ പറയാം കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എന്താണ് ഇവിടെ പറയേണ്ടത് പോലും എനിക്ക് അറിയുന്നില്ല. കാരണം അത്രയും വീണ്ടും കാണുമ്പോൾ സന്തോഷിപ്പിക്കുന്ന ഭാഗങ്ങൾ കേട്ടോ. കസിൻസ് എല്ലാവരും കൂടുമ്പോൾ പിന്നെ അതാ ഹൽദി സ്റ്റാർട്ട് ചെയ്തു. ജസ്റ്റ് കയ്യിലൊന്ന് നമ്മളിങ്ങനെ മുൾട്ടിയാണ് കേട്ടോ ചെയ്ത് ഇങ്ങനെ ചാലിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് കയ്യിൽ ചെയ്തു. പിന്നെ നമ്മൾ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഒരു പർപ്പസ് അല്ലെങ്കിൽ ഒരു ഉദ്ദേശമായിട്ട് നമ്മൾ നിന്നിട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെ ഇതാണ് നമ്മുടെ ഹൽദി. അങ്ങനെ എല്ലാവരും കയറി ഓരോ ഫോട്ടോസ് എടുക്കലായിരുന്നു കേട്ടോ.
ഏട്ടനും അനിയന്മാരും കൂടെ നിന്നിട്ട് ഒരു ഫോട്ടോ കൂടി എടുത്തേ. പിന്നെ ഞാൻ ഈ വോയിസ് ഓവർ കൊടുത്ത് നിങ്ങളെ മുഷിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയുന്നില്ല. എന്നാൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ വീഡിയോയ്ക്ക് പറയേണ്ടത് വെച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഞങ്ങളുടെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതാണ് നമ്മുടെ വിച്ചനാണ് ആദ്യം ഒരു സലിക്കുമാറിൻ്റെ ഡയലോഗ് പറഞ്ഞിട്ട് നമ്മളുടെ ഡാൻസ് ശരിയല്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കളിയാക്കി കളിക്കുന്നതും അങ്ങനെ ഒരു ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ ഇപ്പോൾ കഴിഞ്ഞത്. പിന്നെ നമ്മൾ ഒരു 2-3 പാട്ട് ചെയ്ത് ഉണ്ണിക്കുട്ടനും നമ്മുടെ പീലിയും അവനിക്കുട്ടിയും അപ്പു എല്ലാവരും ഉണ്ട് കേട്ടോ. അവരെയും കൂടെ കൂട്ടി അവർക്ക് പറ്റാവുന്ന രീതിക്ക് അവരും കളിക്കുന്നുണ്ട്, ഞങ്ങൾ പറ്റാവുന്ന രീതിക്ക് ഞങ്ങളും കളിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞാനവിടെ പ്രാക്ടീസൊന്നും ചെയ്യാൻ പറ്റാത്ത തലവനച്ച് കിടക്കായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം ഞാൻ അത്യാവശ്യ തോതിൽ തെറ്റിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാൻ മുൻകൂർ ജാമ്യം എന്ന് പറഞ്ഞ പോലെ എടുത്തത്. എന്നാലും നമ്മളുടെ ഒരു ഡാൻസും കാര്യങ്ങളും നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കൊരു സന്തോഷമാണ് ഉണ്ടാവുന്നത്. ശരിയാവുണ്ടോ അല്ലോ തെറ്റുന്നുണ്ടോ എന്നല്ല, നമ്മളിങ്ങനെ പ്രോഗ്രാം നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് കേട്ടോ. അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷം തരുന്നത്. കാരണം നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എല്ലാവരും പഠിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അതിൽ തന്നെ വലിയ കാര്യം എന്ന് കരുതുന്ന ഒരാളും കൂടിയാണ് കേട്ടോ ഞാൻ. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഡാൻസും പിന്നെ എല്ലാവരും ഒരു കലാശക്കൊട്ട് പോലെ കയറി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നല്ല തോതിൽ ക്ഷീണിച്ച് വലഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗീ റൈസും ചിക്കൻ കറിയായിരുന്നു. ഗീ റൈസ് അടിപൊളിയായിരുന്നു കേട്ടോ. എൻ്റെ നാടൊക്കെയാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നങ്ങനെ, അത്രയും ടേസ്റ്റുള്ള ഗീ റൈസായിരുന്നു. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പ്രിയയും ഉണ്ണിച്ചേച്ചി ചേച്ചിയൊക്കെ കൂടെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മൾക്ക് ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്ത് തരികയാണ് കേട്ടോ. ഇങ്ങനെ ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്ത് തരുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കുറേ പേരുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ വീട് ഇതുപോലെ കളർഫുള്ളായിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ കൂടി ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ഇനി കല്യാണ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബായ്.